നമസ്കാരം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും അനുഭവജ്ഞാനവരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടും പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും മറ്റു ചിലർക്ക് കഴിഞ്ഞ കൊല്ലം പല പ്രകാരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതിന്റെ വെളിച്ചത്തിൽ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനൊരു അവസരങ്ങൾ ഉണ്ടാകുന്നത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ഒരുപക്ഷെ ഇനി ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം വരുന്ന വർഷം അല്ലെങ്കിൽ 2026 ജൂണിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുവാനും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ഉന്നത പദവിയോടുകൂടിയതായിട്ടുള്ള പലർക്കും അവിചാരിതമായിട്ട് ഉദ്യോഗം നഷ്ടപ്പെടുവാനിടയുണ്ട്. ചിലർക്ക് സൂചനകൾ ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സാംക്രമിക രോഗങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നിരുന്നാലും ഒരുപക്ഷെ ജോലി സ്ഥലത്ത് പലർക്കും പകർച്ചവ്യാധി പിടിപെടുന്നതിന്റെ വെളിച്ചത്തിൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഒരാഴ്ചയിൽ വേണ്ടി വരുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കൂടുതൽ വേണ്ടതാണ്. സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ മനസ്സിന് സമാധാനം സ്വസ്ഥതയും ഉണ്ടായിത്തീരും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്ദേശിച്ച വിഷയത്തിൽ കുട്ടികളെ ഉപരിപഠനത്തിന് ചേർക്കുവാൻ സാധിക്കും. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളൊക്കെ സജീവമായി പ്രവർത്തിക്കുവാനും അത് പൂർണ്ണ രൂപത്തിലെത്തിക്കുവാനും സാധിക്കുന്നത് വഴി എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 6-7 മാസമായിട്ട് അതില് ധാരാളം പരിശീലനം നേടുകയും ഇനിയും 3-4 മാസത്തെ പരിശീലനങ്ങളെ കൊണ്ട് ഒരു പൂർണ്ണതയിലെത്തും എന്ന ധാരണയോടുകൂടി തന്നെ ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. രോഗശമനം വന്നു ചേർന്നതിന്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനയിൽ ഇനി പ്രത്യേകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പുണ്ടായിരുന്ന തൊഴിൽ മേഖലകളെല്ലാം തന്നെ പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരും. പിതാവിന്റെ അസുഖം കണക്കിലെടുത്തുകൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനനുസൃതമായിട്ടുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാനോ സമീപത്തുള്ള വീട് വാടകയ്ക്കെടുക്കുവാനോ സാധ്യതയുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെട്ടു വരുന്നതിനാൽ, വർദ്ധിച്ചു വരുന്നതിനാൽ ഒരുപക്ഷെ കൂടുതൽ വിസ്തൃതിയുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. അഭിപ്രായ വ്യത്യാസം പരിഹരിച്ചുകൊണ്ട് സമന്വയത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. ക്രിയാത്മകമായിട്ടുള്ള നടപടിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നു. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിക്കുകയും പ്രാണായാമം, യോഗ എന്നിവ പരിശീലനത്തിനും തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. പ്രതിസന്ധികളെ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റെടുക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ അനുകൂലമായിട്ടുള്ള വിജയം എല്ലാ മേഖലകളിലും വന്നു ചേരും. ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ
ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. ഒരുപക്ഷെ സ്വന്തം സ്ഥാപനത്തിലല്ലാതെ മറ്റ് വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടെങ്കിൽ പോലും സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലി അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും അർദ്ധമനസ്സോടുകൂടിയുള്ള സമീപനമാണെങ്കിൽ പോലും എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഒരുപക്ഷെ ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടും വേണ്ടി ഉണ്ടാകുവാനുള്ള സാധ്യത പോലും പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗമുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അർദ്ധമനസ്സോടുകൂടി തന്നെയാണെങ്കിൽ പോലും ഏറ്റെടുക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ഒരുപക്ഷെ ഇങ്ങനെ ഏറ്റെടുക്കുന്ന തൊഴിൽ മേഖലകളുടെ നേട്ടം ഒരുപക്ഷെ ഒരു വർഷത്തിന് ശേഷം മറ്റൊരു നല്ലൊരു തസ്തികയോടുകൂടി മറ്റൊരു സ്ഥാപനത്തിൽ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് വഴിയൊരുക്കും എന്ന ധാരണയോടുകൂടി തന്നെ ഈ ചുമതലകൾ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് നിരന്തരമായിട്ട് ക്ഷീണാവസ്ഥകൾ സംഭവിക്കുന്നതിന്റെ ഈ സാഹചര്യത്തിൽ ഇനി ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ നേട്ടം വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തുവാനും മറ്റു ചിലത് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുവാനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് പലവിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. സ്വന്തം നിലയിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് അത്ര തന്നെ നേട്ടമില്ലെങ്കിൽ പോലും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവർക്ക് അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചർച്ചകൾ, യാത്രകൾ എന്നിവ ധാരാളം വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് പലപ്പോഴും ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു വിഹക വീക്ഷണം മേൽനോട്ടം വഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി 2-3 മണിക്കൂർ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ട് മേലധികാരികൾ അവധിയിലായതിനായിരിക്കാം മറ്റു ചില സാഹചര്യങ്ങളെ കൊണ്ട് സഹപ്രവർത്തകരുടെ ഉദാസീന മനോഭാവമായിരിക്കാം. എന്തു തന്നെയാണെങ്കിൽ പോലും ഉടമസ്ഥരുടെ പ്രത്യേക പരിഗണനയിൽ ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തും കൊണ്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജൂലൈ 17 മുതൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പുണ്യതീർത്ഥ യാത്രകൾക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും അതിനുവേണ്ടി സമാന ചിന്താഗതിയിലുള്ളവരെ സ്വരൂപിക്കുവാനും ഇടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളായതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ പ്രയത്നം വേണ്ടിവരും. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണം. അസമയങ്ങളിൽ ഉറക്കൊഴിച്ച യാത്ര നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുമാണ്. പലപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. കഴിഞ്ഞ ഒരു വർഷം തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള നേട്ടം ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആരംഭിച്ചതായിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വല്പം ആശങ്കയോടുകൂടിയാണെങ്കിൽ പോലും ധനകാര്യ സ്ഥാപനത്തിന്റെ സഹായത്തോടുകൂടി ചിങ്ങമാസത്തിൽ ഓണക്കാലത്തിനോട് ബന്ധപ്പെട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തക്കവണ്ണം പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇടയുണ്ട്.
അവധി ലഭിക്കാത്തതിനാൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര പലപ്പോഴും വിദേശത്ത് താമസിക്കുന്നവർക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്ന പലർക്കും അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ ഒരുപക്ഷെ സ്ഥാപനത്തിന് പദ്ധതികൾ ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിലായിരിക്കാം, അല്ലെങ്കിൽ സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ വെളിച്ചത്തിലായിരിക്കാം. എന്തായാലും സൂചന ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കുവാനോ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലികൾക്ക് അപേക്ഷിക്കുവാനോ സാധ്യതയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. വ്യക്തി പ്രഭാവത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായുള്ള നിർദ്ദേശത്താലും ഗുരുവിന്റെ ഉപദേശത്താലും തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറുവാൻ തീരുമാനിക്കും. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി സഹകരിക്കുവാനും സാധ്യതയുണ്ട്. ദേഹപരമായിട്ടുള്ള പലവിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ചിലപ്പോൾ സാംക്രമിക രോഗങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് പകർച്ചവ്യാധിയുടെ മുന്നോടിയായിട്ടുള്ള രോഗാവസ്ഥകളായിരിക്കാം, വേറെ ചിലർക്ക് ഭക്ഷണ ക്രമീകരണങ്ങളെ കൊണ്ട് ജീവിതശൈലി രോഗങ്ങളായിരിക്കാം. ഏത് പ്രകാരത്തിലും ഇങ്ങനെയുള്ള അസുഖങ്ങളെ കൊണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുവാനും യോഗയും പ്രാണായാമവും ശീലിക്കാനും യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. നവദമ്പതികളെ ആശീർവദിക്കുവാൻ അവസരം വന്നു ചേരും. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ കാണുവാനും സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികമായുള്ള മേഖലയിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതിക്ക് യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ സമയബന്ധിതമായിട്ട് മാത്രമേ ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ രേഖാപരമായി തന്നെ മേലധികാരികളെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിനു കൊണ്ടും ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് കൊണ്ടും ഈ ജോലിയിൽ അത്ര തന്നെ നിഷ്കർഷയില്ലാത്ത പല ജോലിക്കാർക്കും സ്വല്പം അരോചകമായി തീരുവാനിട വരുമെങ്കിൽ പോലും പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനൊരു അവസരം അവലംബിക്കുക തന്നെ വേണ്ടിവരുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ചില വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കും. മറ്റ് ചില വിദ്യാർത്ഥികൾ ലഭിച്ച വിദ്യാഭ്യാസ പദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പുനഃപരീക്ഷയിൽ ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. മേലധികാരി ചെയ്തു വെച്ചതായുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മക്കളുടെ സുരക്ഷിതത്വം മാനിച്ച് അവരെ വിദ്യാലയത്തിൽ, അതായത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിപ്പിച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനും അതിന് തക്കവണ്ണം ചേർക്കുവാനും സാധ്യതയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട പലവിധത്തിലുള്ള യാത്രകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതുമാണ്. ഇതാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.